തിരുവനന്തപുരം നെടുമങ്ങാട് കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിലെ ജീവനക്കാർ തമ്മിൽ സംഘർഷം. സ്വിഫ്റ്റ് ബസ്സിലെ ജീവനക്കാരും ഷണ്ടിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളും തമ്മിലായിരുന്നു സംഘർഷം. സർവീസ് പോകാനുള്ള ബസ്സുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിൽ അവസാനിച്ചത്. ആതിര പുതുവയലിൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ആതിര, വലിയ രീതിയിലുള്ള സംഘർഷം അവിടെ ഉണ്ടായി എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തിന്റെ പേരിലായിരുന്നു ഈ ഒരു തർക്കം, ആക്രമണമൊക്കെ? എന്താണ് സംഭവിച്ചത്? സന്ധ്യ, സ്വിഫ്റ്റ് ബസ്സിനെ ചൊല്ലിയായിരുന്നു തർക്കം. തൃശ്ശൂരിലേക്ക് പോകേണ്ടിയിരുന്ന ബസ്സിനെ ചൊല്ലിയായിരുന്നു തർക്കം. സ്വിഫ്റ്റ് ബസ് ഇല്ലാതിരുന്നതിനാൽ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ യാത്ര പോകണമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ സ്വിഫ്റ്റിലെ ഡ്രൈവർമാർക്ക് സ്വിഫ്റ്റ് ബസ് തന്നെ വേണമെന്ന് പറഞ്ഞായിരുന്നു തർക്കം. അവർ 8:30-ക്കായിരുന്നു നെടുമങ്ങാട് നിന്ന് സ്വിഫ്റ്റ് ബസ് തൃശ്ശൂരിലേക്ക് പോകേണ്ടിയിരുന്നത്, എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ താമസിച്ചിരുന്നതാൽ 9 മണി കഴിഞ്ഞിട്ടാണ്, 9 മണിയും കഴിഞ്ഞാണ് ബസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയത്. നെടുമങ്ങാടും കിളിമാനൂരും വെഞ്ഞാറമൂടും ഒക്കെ റിസർവ് ചെയ്ത ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവരെ വണ്ടി അവിടെ നിന്ന് എടുക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം വേറൊരു ഡ്രൈവറിനെ വെച്ചിട്ടാണ് അവിടെ നിന്ന് വണ്ടി എടുക്കാൻ സമ്മതിച്ചത് തന്നെ. ആ സമയത്ത് ഒരുപാട് വൈകണ്ട എന്ന് കരുതി അവിടെ നിന്ന് ഷണ്ടിങ് ഡ്രൈവറിനോട് വണ്ടിയിൽ പോയി ഡീസൽ അടിക്കാനായിട്ട് പറഞ്ഞ സമയത്താണ്, ഈ ഡീസൽ അടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സ്വിഫ്റ്റിലെ ഡ്രൈവർമാർ ചെന്ന് വഴക്കുണ്ടാക്കിയത്. അപ്പോഴാണ് അവിടെ ഒരു അസഭ്യം പറച്ചിലും ഇത്രയും ഒരു കയ്യാങ്കളിയിലേക്ക് എത്തിയത്. 2 കൂട്ടരും നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി 2 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതിന് സ്വിഫ്റ്റ് ബസ് യാത്രയ്ക്കായി നൽകില്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണോ തർക്കമുണ്ടാകുന്നത്? സ്വിഫ്റ്റ് ബസ് നൽകിയില്ല എന്ന് പറഞ്ഞാണ്. സ്വിഫ്റ്റ് ബസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്വിഫ്റ്റിലെ ഡ്രൈവർമാർ ആ ഒരു റൂട്ട് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യൂ, അവർ വണ്ടി എടുക്കൂ എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അവരോട് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലും ഡ്രൈവർമാർ കെ.എസ്.ആർ.ടി.സി ബസ്സാണ് പോയത് എന്ന് പറഞ്ഞിട്ട് പോലും അവർ പോകാൻ തയ്യാറാക്കിയിരുന്നില്ല. ശരി ആതിര, കെ.എസ്.ആർ.ടി.സി ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കത്തിന്റെ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങളാണിത്. ഇപ്പോൾ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആതിര പുതുവയലിലാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കൊപ്പം R.V. ഷൈജുമോൻ ചേരുന്നുണ്ട്. വെഹിക്കിൾ ഇൻസ്പെക്ടർ, വെഹിക്കിൾ സൂപ്പർവൈസർ ആണ്. ശ്രീ ഷൈജുമോൻ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു സ്വിഫ്റ്റ് ബസ് യാത്രയ്ക്കായി വിട്ടു നൽകില്ല എന്നതാണോ ഈ തർക്കത്തിനിടയാക്കിയത്? ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? മേഡം, ഞാനത് ആദ്യമേ ഒരു തിരുത്തലുണ്ടായിക്കോട്ടെ. ഞാൻ വെഹിക്കിൾ സൂപ്പർവൈസർ ഇൻചാർജിൽ ഇരിക്കുന്ന ആളാണ്. ശരി, പറഞ്ഞോളൂ. ഇന്ന് രാവിലെ 7:45 മണിയോടുകൂടി 8:30 പോകേണ്ട തൃശ്ശൂർ സർവീസിന്റെ സ്വിഫ്റ്റിലെ ജീവനക്കാർ ഡ്യൂട്ടിക്കായി അവിടെ ഹാജരാകുകയും തുടർന്നോളൂ. എന്നാൽ ആ ഡ്യൂട്ടിക്ക് സ്വിഫ്റ്റിന്റെ ബസ് ഇല്ല എന്ന് മനസ്സിലാക്കിയ ഉടനെ അതിൽ ഒരു ജീവനക്കാരൻ വെഹിക്കിൾ സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഇരിക്കുന്ന റൂമിൽ നിന്ന് വെളിയിലേക്ക് പോവുകയും 8 മണിയായിട്ടും കാണാത്തത് കൊണ്ട് ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ഇവരെ സമീപിച്ച് സർവീസ് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ജനറൽ കൺട്രോൾ ഇൻസ്പെക്ടർ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് ഓൺലൈൻ റിസർവേഷനുള്ള ബസ്സാണ്, ഇത് നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരം പോയി കൊട്ടാരക്കര വഴി തൃശ്ശൂർ പോകേണ്ടതാണ്. അത് വെഞ്ഞാറമൂട്, കിളിമാനൂർ എന്നീ ഡിപ്പോകളിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും റിസർവേഷൻകാരുള്ളത് കൊണ്ട് കെ.എസ്.ആർ.ടി.സിക്ക് മാനനഷ്ടം ഉണ്ടാകുന്ന രീതിയിൽ, അതായത് യാത്രക്കാർ സ്വിഫ്റ്റ് ബസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയില്ലെന്നുണ്ടെങ്കിൽ അവർ പരാതിപ്പെടാം. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി, യാത്രാക്ലേശം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായി സർവീസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ജീവനക്കാർ സ്വിഫ്റ്റിന്റെ ബസ് ഇല്ലെങ്കിൽ ഞങ്ങൾ സർവീസ് പോകില്ല എന്ന് നിർബന്ധം പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ദീർഘദൂര സർവീസാണ്. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ മാത്രമേ നമുക്കത് നിയോഗിക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. നൈറ്റ് ഉറക്കമൊഴിഞ്ഞ് തിരിച്ചു വരുന്ന സർവീസാണ്. അങ്ങനെയുള്ള ആളിനെ പെടുന്നതിനെ നമുക്ക് ലഭ്യമാക്കാൻ പറ്റത്തില്ല. അഡീഷണൽ ആയിട്ട് ഡ്രൈവർമാർക്ക് നമുക്കിവിടെ ലഭ്യമായിരുന്നില്ല. ഉടൻ തന്നെ 8 മണി കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു ഡ്രൈവറെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായ പ്രവർത്തനത്തിൽ, ഷണ്ടിങ് ഡ്രൈവർ നിൽക്കുന്ന ഉൾപ്പെടെ സ്റ്റേഷൻ മാസ്റ്റർ, കൺട്രോൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർ കൂട്ടായ ശ്രമത്തിന്റെ ഫലമായിട്ട് ഒരു ഡ്രൈവറെ നമുക്ക് അവിടുന്ന് ലഭിച്ചു.
അദ്ദേഹം ആവശ്യപ്പെട്ടത് ഞാൻ ഈ 8:30 എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ എത്താൻ കഴിയും തോന്നുന്നില്ല, 9 മണിയോടുകൂടി എത്താൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ എന്റെ ക്രമീകരണം ചെയ്തോളാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് ഷണ്ടിങ് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരനോട് വെഹിക്കിൾ സൂപ്പർവൈസറോട് ചാർജിലെന്നത് ഞാൻ ആവശ്യപ്പെട്ടു, ഈ വാഹനത്തിൽ ഡീസൽ നിറച്ചിടണം, ഞാൻ ഡെസ്റ്റിനേഷൻ ബോർഡുമായി വന്ന് ബാക്കി ക്രമീകരണം ഞാനും കൂടെ നടത്താമെന്ന് പറയുന്നു. ഞാനിവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ സ്വിഫ്റ്റ് ബസ് സർവീസിന് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു, അതെന്താണ് സംഭവിച്ചത്? അതെന്താ അങ്ങനെ വന്നത്? ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടായിരുന്നു? നമുക്ക് രാവിലെ 4:30 സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് സർവീസാണ്. അത് RTC വണ്ടിയാണ്, KSRTC വണ്ടിയാണ്. ആ KSRTC വാഹനം ഇന്നേ ദിവസം രാവിലെ വർക്കുകൾക്കായി പിടിക്കുകയും ആ വണ്ടി ഡോക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ കൃത്യമായിട്ട് സുൽത്താൻ ബത്തേരി സർവീസിന് നമുക്ക് വേറെ ബസ്സുകൾ ലഭ്യമായില്ല, RTC ബസ് ലഭ്യമല്ല. അപ്പോൾ നമുക്ക് റിസർവേഷൻകാരുണ്ട്. 2 ദിവസത്തെ മെയ് ദിനത്തിന്റെ അവധി കഴിഞ്ഞ് വരുന്ന ദിവസമായതുകൊണ്ട് അത് രാവിലെ ദീർഘദൂര യാത്രക്കാര് റിസർവേഷൻകാരനകത്തുണ്ട്. ആ സർവീസ് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്തേ കഴിയുള്ളൂ. അതുകൊണ്ട് സ്വിഫ്റ്റിന്റെ ഒരു വാഹനം നമ്മൾ KSRTC ജീവനക്കാർ കണ്ടക്ടർ ഡ്രൈവർ വെച്ച് അതിന് ഓപ്പറേറ്റ് ചെയ്തു. സാധാരണ അങ്ങനെ നമ്മൾ ചെയ്തു വരുന്നത്. KSRTC ജീവനക്കാരില്ലാത്ത സ്വിഫ്റ്റ് ജീവനക്കാരില്ലാതെ വരുമ്പോഴത്തേക്ക് KSRTCയുടെ ഡ്രൈവറോ കണ്ടക്ടർ തന്നെയാണ് ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ അതായത് സാധാരണയായി നടക്കുന്ന ഒരു രീതി തന്നെയാണിത്. സാധാരണ നടക്കുന്ന രീതി. ഇന്നലെയും ഇതേ വാഹനമാണ് തൃശ്ശൂർ പോയിട്ട് വന്നത്. KSRTCയുടെ വാഹനമാണ് ഇന്നലെയും തൃശ്ശൂർ പോയിട്ട് വന്നത്. ഈ വാഹനമാണ് ഒരു സർവീസ് പോകില്ല എന്ന് പറയുന്നതും സ്വിഫ്റ്റിന്റെ വാഹനം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് സർവീസ് പോകുള്ളൂ അവർ പറയുന്നത്. എന്നാൽ ഒരു സർവീസ് പോകില്ല എന്ന് പറയുന്നത് മാറി നിന്നോട്ടെ, നമുക്ക് വേണ്ട ക്രമീകരണം ചെയ്യാം എന്ന് വയ്ക്കാം, സർവീസ് കൃത്യമായി ഓപ്പറേറ്റ് നമുക്ക് ചെയ്യാം. എന്നാൽ മറ്റൊരു ക്രമീകരണം ചെയ്ത് കൃത്യമായി സർവീസ് ഓപ്പറേഷൻ നടക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഈ ഷണ്ടിങ് ഡ്രൈവർ ഡീസൽ അടിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് ഈ ജീവനക്കാരവിടെ പോയി ചെന്ന് ഈ വാഹനത്തിൽ ആരാണ് ഇന്ന് പോകുന്നത് ഞങ്ങൾക്ക് അറിയണമെന്നുള്ള ആവശ്യം ഉന്നയിക്കേണ്ട ആവശ്യമില്ല. അവിടെയാണ് അവിടെ തർക്കം ഉണ്ടായത്. അപ്പോൾ ഷണ്ടിങ് നിൽക്കുന്ന ജീവനക്കാർ പറഞ്ഞു, ഏതായാലും നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്നില്ല, ഇനി KSRTCയുടെ മാനേജ്മെന്റ് സർവീസ് നടത്തുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നോക്കിക്കൊള്ളും, ഇനി നിങ്ങൾ ഈ മറ്റു കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് പ്രകോപനപരമായിട്ട് കയ്യേറ്റത്തിലേക്ക് പോകാൻ വേണ്ടി കാരണമായത്. ശരി, വളരെ നന്ദി ശ്രീ ഷൈജുമോൻ പ്രതികരിച്ചതിന്. വെഹിക്കിൾ സൂപ്പർവൈസർ ഇൻചാർജാണ് ഷൈജുമോനാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഇതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്, നെടുമങ്ങാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഇനി തുടർ നടപടി ഉണ്ടാകാനാണ് സാധ്യത.